ഹായ്, ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് ഉപകാരപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഈ തലവേദന എന്ന് പറയുന്നത്. ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു തലവേദനയ്ക്ക് അടിമയായ ഒരു വ്യക്തിയാണ്. ഞാൻ ഒരുപാട് മരുന്നുകൾ ഞാൻ കഴിച്ചു. ഒരുപാട് വ്യത്യാസമുണ്ട്, എന്നാൽ കൂടി പൂർണ്ണമായിട്ട് എനിക്ക് അതിൽ നിന്നൊരു മാറ്റം സംഭവിച്ചിട്ടില്ല. എനിക്കിപ്പം കൂടുതലായിട്ട് തലവേദന ഉണ്ടാകുന്നത് എൻ്റെ ആ പീരീഡ് ടൈമിലാണ്. എനിക്കതാവുന്നതിൻ്റെ ഒരാഴ്ച മുമ്പായിട്ട് എനിക്ക് ഒരു തലവേദന തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം കണ്ടിന്യൂ ആയിട്ട് ആ തലവേദന അങ്ങനെ നിലനിൽക്കും. അത് കഴിഞ്ഞിട്ട് അത് ഒരു 3-4 ദിവസം കഴിയുമ്പോഴും അതുപോലെ എനിക്ക് കണ്ടിന്യൂ ആയിട്ട് തലവേദന ഉണ്ടാവാറുണ്ട്. കുറേ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ തലവേദന വരുന്ന സമയത്ത് തണുത്ത വെള്ളം കുടിക്കണം, പിന്നെ മോരും വെള്ളം കുടിക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഈ തണുത്ത വെള്ളം കുടിക്കണമെന്ന് ആൾക്കാർ പറയുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് നമ്മൾ ചൂടുവെള്ളം അല്ലാത്ത നോർമലായിട്ടുള്ള തണുത്ത വെള്ളം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. എന്ന് കരുതിയിട്ട് ഞാൻ ഈ തലവേദന വരുന്ന സമയത്ത് സാധാ നോർമലായിട്ടുള്ള വെള്ളം ഞാൻ കുടിക്കാറുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കുടിക്കുന്ന സമയത്ത് എനിക്ക് വലിയ മാറ്റമൊന്നും സംഭവിക്കാറില്ലായിരുന്നു. പക്ഷേങ്കിൽ ഈ അടുത്ത ഇടയായിട്ട് നമ്മുടെ ഈ ചൂട് കൂടിയ സമയത്ത് ഞാനാണെങ്കിൽ ഫ്രിഡ്ജിൽ വെള്ളം വെക്കുന്ന ശീലം എനിക്കില്ലായിരുന്നു. ഈ ചൂടിൻ്റെ കൂടുതൽ കൊണ്ട് ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട് ഫ്രിഡ്ജിൽ വെള്ളം വെച്ചിട്ട് തണുപ്പിച്ച് കുടിക്കാറുണ്ട്. അങ്ങനെ ഞാൻ കഴിഞ്ഞ മാസം എനിക്കാണെങ്കിൽ ഭയങ്കര തലവേദന വന്ന സമയത്ത് ഞാൻ ഈ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഞാൻ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഞാൻ കുടിക്കാൻ തുടങ്ങി. നമുക്ക് കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തണുത്ത വെള്ളം ഞാൻ കുടിക്കുന്ന സമയത്ത് എനിക്ക് ഈ തലവേദനയ്ക്ക് ഒരുപാട് ആശ്വാസം തോന്നി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്തിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോരും വെള്ളം തണുത്ത വെള്ളത്തിനകത്ത് മോര് മിക്സ് ചെയ്തിട്ട് നല്ല തണുത്ത മോരും വെള്ളം കുടിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ നെല്ലിക്ക ഉണ്ടല്ലോ, ഈ ചീമനെല്ലിയല്ല, അല്ലാത്ത നമ്മുടെ നാട്ടി നെല്ലിക്ക ഉണ്ടല്ലോ, അത് ഉപ്പിനകത്തിട്ടിട്ട് ആ നെല്ലിക്ക ഇടയ്ക്ക് അത് പെറുക്കി തിന്നും. ഞാനിപ്പോൾ കഴിഞ്ഞ മാസം ഇതൊക്കെ ഞാനൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി, ഇതൊക്കെ ഞാൻ കഴിക്കാൻ തുടങ്ങിയപ്പം എനിക്ക് ഈ മാസം ഞാൻ പെയിൻ കില്ലറുകൾ കഴിക്കാതെ എനിക്ക് തലവേദനയിൽ നിന്ന് ഒരുപാട് ആശ്വാസം തോന്നി. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കും. കാരണം ഇത് എല്ലാവർക്കും അറിയുന്നതായിരിക്കാം. ദയവ് ചെയ്തിട്ട് ഞാൻ അറിയുന്നവർക്ക് വേണ്ടി ഞാൻ ഒരു കാര്യവും പറഞ്ഞു തരുന്നില്ല, അറിയാത്തവർക്ക് വേണ്ടി മാത്രം പറയുന്ന കാര്യമാണ്. അപ്പോൾ എനിക്ക് ഈ തലവേദന എന്താ, തലവേദനയുടെ അസ്വസ്ഥത എത്രത്തോളമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം അനുഭവിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കാരണം എനിക്ക് തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റത്തില്ല. എൻ്റെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ എൻ്റെ റിലേഷനോടോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൊണ്ട് തലവേദനയിൽ ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാട് എത്ര എന്നുള്ളത് അവർക്ക് എല്ലാവർക്കും അറിയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേ വർഷമായിട്ട് അവർ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. എനിക്ക് എന്തും ഞാൻ സഹിക്കും, പക്ഷേ ഈ തലവേദന എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു വേദനയാണ് എൻ്റെ ലൈഫിൽ ഞാൻ എപ്പോഴും ഫേസ് ചെയ്യുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ മാസം ഞാൻ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്തപ്പം എനിക്ക് പെയിൻ കില്ലർ കഴിക്കാതെ എനിക്ക് തലവേദനയ്ക്ക് ആശ്വാസം കിട്ടി. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർ തലവേദന വരുന്ന സമയത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ട് നല്ല തണുത്ത വെള്ളം നമുക്ക് എത്ര തണുപ്പോടെ കുടിക്കാൻ പറ്റും ആ തണുപ്പിൽ തണുത്ത വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത തണുത്ത വെള്ളത്തിനകത്ത് മോര് മിക്സ് ചെയ്തിട്ട് മോരും വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ നെല്ലിക്ക ഉപ്പിനകത്തിട്ടിട്ട് ആ നെല്ലിക്ക അപ്പോഴപ്പോഴും കഴിക്കുക. ഇത് ഇത്രയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വേദനയ്ക്ക് ഒരുപാട് ശമനം കിട്ടും. ഈ പ്രാവശ്യം ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുന്നത്. കാരണം വെച്ചാൽ തലവേദന എന്ന് പറയുന്ന ആ ഒരു അസുഖം നമ്മൾ പറയുന്നത് പോലെ അത്ര സിമ്പിൾ അല്ല. എല്ലാ വേദനകളും നമുക്ക് സഹിക്കാൻ പറ്റാത്തത് തന്നെയാണ്. എന്നാൽ കൂടിയും തലവേദന എന്ന് പറയുന്ന ഒരു വല്ലാത്ത അസ്വസ്ഥത, കണ്ണു തുറക്കാൻ പറ്റത്തില്ല, ആരോടൊന്നും മിണ്ടാൻ പറ്റത്തില്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ തലവേദന വരുന്ന എൻ്റെ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഇത് 100% റിസൾട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം വെച്ചാൽ എനിക്ക് ഇത്ര വലിയ തലവേദന ഫേസ് ചെയ്യുന്ന ഒരാളായ എനിക്ക് ഇത്രയും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാർക്ക് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ തലവേദനയുടെ കാഠിന്യം എത്രയാണെന്ന് മനസ്സിലാക്കിയ വ്യക്തി ആയതുകൊണ്ടാണ് ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുത്തെന്ന് വിചാരിച്ചിട്ട് ഈ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇത് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് അതിനകത്ത് തലവേദനയ്ക്ക് ആശ്വാസം ഉണ്ടായെന്ന് തോന്നിയ ദയവ് ചെയ്ത് നിങ്ങൾ ആരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവർക്കൊരു പ്രചോദനമാണ്. മറ്റുള്ളവർക്ക് ഇങ്ങനത്തെ തലവേദന വരുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ അവരൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കും ഈ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ എൻ്റെ കൂട്ടുകാർ റിസൾട്ട് നല്ലത് തോന്നിയാൽ കൊണ്ട് കമൻറ്റ് ചെയ്യുക. എനിക്ക് അനുഭവം ഉണ്ടായ കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ടേക്ക് കെയർ, ബൈ.